بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. فتح المبين شرح 40 അതിന്റെ 29ാമത്തെ സബക്ക് തൻബീഹ്. നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈമാൻ ഇസ്ലാം, അതിൽ ഈമാൻ കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയുള്ളത്. അത് കുറച്ച് വിശദീകരിക്കേണ്ടത് തന്നെയാണല്ലോ. അതിൽ തൻബീഹ് പറയട്ടെ, തലാസുമു മഫ്ഹൂമിൽ ഈമാനി വൽ ഇസ്ലാമി വ തഅ്വീലു മാ വറദ മിൻ തഗായുരിഹിമാ. ഈമാനും ഇസ്ലാമും രണ്ടും തലാസുമാണ്. ഈമാന്റെയും ഇസ്ലാമിന്റെയും അർത്ഥം തലാസുമാണ്. ഈമാനുണ്ടോ ഇസ്ലാം, ഇസ്ലാമുണ്ടോ ഈമാൻ. അത് രണ്ടും വൈരുദ്ധ്യമായി വന്ന ചില റിപ്പോർട്ടിൽ കാണാം അതിന്റെ വ്യാഖ്യാനങ്ങൾ. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. കിതാബ് ഇഷ്ടം പോലെ ചർച്ച കാണാം. അഖീദ വിശദീകരിക്കുന്നവർക്ക് ഈമാൻ ഇസ്ലാമും രണ്ടാണ്, ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മറ അന്നൽ അൽഗറ അന്നൽ ഈമാന വൽ ഇസ്ലാമ മുതലാസിമൽ മഫ്ഹൂമി. മഫ്ഹൂമിന്റെ രണ്ട് ലാസിമായി നിൽക്കുന്ന ഒന്നാണ് ഈമാനും ഇസ്ലാം എന്ന് അൽഗർ. അത് കഴിഞ്ഞു പോയല്ലോ. എന്ന് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം ഇസ്ലാമിന് രണ്ടർത്ഥമുണ്ട്. ഇസ്ലാമി ഇൻഖിയാദ് എന്നാണല്ലോ. അപ്പോ മഫ്ഹൂമിന്റെ മുതലാസിമാണ് ഈമാനും ഇസ്ലാമും. ഈമാനുണ്ടോ ഇസ്ലാമുണ്ട്, ഇസ്ലാമുണ്ടോ ഈമാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫലാ യൻഫഖു അഹദുഹുമാ അനിൽ ആഖരി വഇൻ ഇഖ്തലഫൽ മഫ്ഹൂമാനി. ഇസ്ലാമിന്റെയും ഈമാന്റെയും അർത്ഥം രണ്ടും വേറെ ആയിക്കോട്ടെ, അവ മുത്തറാദിഫാനി അല്ലെങ്കിൽ രണ്ടും യോജിച്ചോട്ടെ, എങ്ങനെ വന്നാലും രണ്ടിൽ ഒന്ന് മറ്റൊന്നിനെ തൊട്ട് വിട്ടുപിരിയൂല. ഈമാനില്ലോടത്ത് ഇസ്ലാമുണ്ട്, ഇസ്ലാമില്ലോടത്ത് ഈമാനുണ്ട്. ഈമാന്റെ അർത്ഥം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ യോജിച്ചാം. ഇസ്ലാമിന്റെ അർത്ഥം വേറെ ആയിക്കോട്ടെ, യോജിച്ചോട്ടെ, എന്തായാലും വേണ്ടില്ല. രണ്ടും ഏകദേശം ഒന്നൊന്നിനെ തൊട്ട് ഒഴിയൂല, വേറെ ആയിട്ടല്ല. അപ്പൊ വലാ യൂജദു ശറഅൻ, ശറഇൽ എത്തിക്കപ്പെടാൻ കഴിയൂല. ഈമാൻ മിൻ ഗൈരി ഇസ്ലാമിൻ, ഇസ്ലാമിൻ ശറഇൽ കാഴ്ചപ്പാട് നോക്കിയാൽ ഇസ്ലാം ഇല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. വലാ അജ്സുഹു, ഈമാൻ ഇല്ലാതെ ഇസ്ലാം ഉണ്ടാവൂല എന്നത് കമാ മറ അനിൽ അഹ്ലിൽ ഹഖ്, ഹക്കിന്റെ അയലുകാരെ തൊട്ട് കഴിഞ്ഞു പോകുന്നതുപോലെ അങ്ങനെ പറഞ്ഞല്ലോ. അന്നൽ ഇസ്ലാമ യുത്ലഖു അലൽ അഅ്മാലി ശറഅൻ, ഇസ്ലാം എന്നതിനെ ശറഇന്റെ കാഴ്ചപ്പാടിൽ കർമ്മത്തിന്റെ മേലും പറയപ്പെടാം. ഏതുപോലെ കമാ യുത്ലഖു അലൽ ഇൻഖിയാദി ലുഗത്തൻ വ ശറഅൻ, ശറഇന്റെ കാഴ്ചപ്പാടിലും ഭാഷാപരമായിട്ടും ഇൻഖിയാദ് എന്നൊരർത്ഥത്തിൽ ഇസ്ലാമിന് ഉപയോഗിക്കുന്നില്ലേ, അതേ അർത്ഥപ്രകാരം ശറഇൽ ഇസ്ലാമിന് അഅ്മാൽ എന്ന് പറയാം. അന്നൽ ഈമാന യുത്ലഖു അലൈഹ ശറഅൻ ബിഇതിബാരി അന്നഹു യതഅല്ലഖു ബിഹാ, ഈമാനി എന്നതിനെ എന്ത് പറയാം, കർമ്മങ്ങളെ മേലിൽ പറയാം. ശറഇന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ, അമലുകളുമായി ഈമാനൊരു ബന്ധമുണ്ട് എന്ന പരിഗണന വെച്ച് നോക്കുമ്പോൾ ശറഇൽ അമലുകൾക്ക് ഈമാൻ എന്ന് പറയാം. അതുപോലെ എന്തിനും പറയാം, അമലുകൾക്ക് ശറഇൽ ഇസ്ലാം എന്നും പറയാം, രണ്ടും പറയാം. ഇതാ തഖററദാലിക, അപ്പൊ ഈ പറച്ചില് ഇസ്ലാമിനെ കുറിച്ച് ശറഇൽ അഅ്മാലി എന്നും പറയാം, ശറഇൽ അഅ്മാലുകൾക്ക് ഈമാൻ എന്നും പറയാം. ഈമാൻ ഇല്ലാതെ ഇസ്ലാമില്ല, ഇസ്ലാം ഇല്ലാതെ ഈമാനില്ല. ഈ കാര്യം തഖ്രീറായി വന്നാൽ, ഇത് നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ, സ്ഥിരമായാൽ, ഫഹൈസു വറദ മാ യദുല്ലു അലാ തഗായുരിഹിമാ, ഈമാനും ഇസ്ലാമും രണ്ടും എതിരാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ചില ഹദീസുകളും ആയത്തൊക്കെ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിന് വ്യാഖ്യാനിക്കണം. കമാ ഫീ ഹാദൽ ഹദീസി, ഈ ഹദീസിലുള്ളതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ ഹദീസ് അങ്ങനെ ഉണ്ട്. അള്ളാന്റെ വാക്കിലുള്ളത് പോലെയും ഖാലത്തിൽ അഅ്റാബു ആമന്നാ എന്ന് പറഞ്ഞില്ലേ, അഅ്റാബികൾ പറഞ്ഞു ആമന്നാ എന്ന് പറഞ്ഞു. ആമന്ന എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമും ഈമാൻ രണ്ടും രണ്ടാണെന്ന് വരുമല്ലോ, വരും. അത് ഈ ഹദീസിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോ അത് ഇത്തിബാരി അസ്ലി മഫ്ഹൂമിഹിമ, ഈമാൻ ഇസ്ലാം അത് രണ്ടിന്റെയും അർത്ഥത്തിന്റെ അടിസ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് ആ തഗായുറുള്ളത്. ഫഅസഖു തഫ്സീറൈനി, രണ്ട് തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ രണ്ട് തഫ്സീറിൽ സഹിയായ തഫ്സീർ മാ ഖാലു ഇബ്നു അബ്ബാസ് വഗൈറുഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും അല്ലാത്തവരും പറഞ്ഞ ഒന്നാണ്.
അതെന്താ പറഞ്ഞതിന്റെ തഫ്സീറിന്റെ അർത്ഥം? കാലത്തിൽ ആറാബു ആമന്ന എന്ന് പറയുമ്പോൾ അന്നഹും നിശ്ചയമായിട്ടും അവർ ലം യകൂനു മുനാഫിഖീന, അവർ കപടന്മാരായിട്ടില്ല. ബൽ പിന്നെയോ കാന ഈമാനു ലൈഫ, അവരുടെ ഈമാൻ ലൈഫാണ് എന്നതിൽ പറയാനുള്ളൂ. ഈമാൻ ദുർബലമാണ്, അല്ലാതെ ഇസ്ലാമും ഈമാനും ഇല്ല എന്നോ അവർ കപടന്മാരാണ് എന്നോ എന്നല്ല. അവർ മുനാഫിക്കുകളല്ല, ഈമാൻ കുറഞ്ഞവരാണ്, ദുർബലമായവരാണ് എന്നതിനർത്ഥം. വയദില്ലു അലൈഹി, അതിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ, വൈൻ തുതിഉ അല്ലാഹ വറസൂല, അല്ലാഹുവും റസൂലും നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, ഭയപ്പെടുകയാണെങ്കിൽ, ഇല ആഖിരി, അതിന്റെ അവസാനം വരണം ഓതുമ്പോ കിട്ടും. അദ്ദാലു, അതെന്താ അറിയിക്കുന്നു, അല അന്നമാകും നിശ്ചയമായിട്ടും ഈ പറഞ്ഞ ടീമിന്റെ കൂടെ ഉണ്ടല്ലോ, മിനൽ ഈമാനി, ഈമാനിൽ നിന്ന്, മാ യുഖ്ബലു ബി അമാലുഹും, അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന ഈമാൻ അവരിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇതിന് യൂഹദു ആയത്തി, അപ്പൊ ഈ ആയത്തിന്ന് അങ്ങനെ വരുമ്പോ പിടിക്കപ്പെടാം, മനസ്സിലാക്കപ്പെടാം, അന്നഹു യജൂസു നഫ്യിൽ ഈമാൻ അന്നാഖിഹി, അവന് ഈമാന്റെ ചുരുക്കമുണ്ട് എന്നതിനെ തൊട്ട് ഈമാന് നഫി ചെയ്യാൻ പറ്റൂല. ഈമാൻ ചുരുങ്ങി, പക്ഷെ ഇതില്ല, ഈമാൻ എന്ന് പറയാൻ പറ്റൂല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈമാൻ അവർക്കുണ്ട്, ഉള്ളത് ദുർബലമാണ് എന്നേ ഉള്ളൂ, എതിരായിട്ടല്ല. അങ്ങനെ ഈമാൻ ദുർബലമാണ്, ഈമാൻ ഇല്ല എന്നല്ല, ഈമാൻ ചുരുക്കമുണ്ട് എന്നതുകൊണ്ട് വ്യക്തമായി അറിയിക്കുന്നതിൽ പെട്ടതാണല്ലോ. ലാ യസിനി സാനി ഹീന യസിനി ഓ മോമിനും, മോമിനായ നിലയിൽ ഒരാൾ വിഭജിക്കുമ്പോൾ വിഭജിക്കാൻ കഴിയൂല. അതിന്റെ അർത്ഥം ഈമാൻ ഇല്ല എന്നല്ല, ഈമാന്റെ ദുർബലത ഉണ്ട് എന്നതിന്റെ അർത്ഥം, ചുരുക്കമുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞതിലുണ്ട് കൗലാനി, രണ്ട് കൗലുണ്ട്. ഈ അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന് ഈ ഹദീസിനെ പറ്റി പറഞ്ഞത് രണ്ട് കൗലാ. അഹദുഹുമ, രണ്ടിൽ ഒന്ന്, ഹാദാ, ഇതന്നെയാണ്. നുഖ്സാൻ ഉണ്ടായത് കൊണ്ട് ഈമാൻ ചെയ്യാൻ പറ്റൂല എന്നല്ലേ. ഫസാനി, രണ്ടാമത്തേത് പറയുന്നത് രണ്ട് കൗലുണ്ടല്ലേ. അപ്പൊ രണ്ട് കൗൽ, ഒരു കൗൽ എന്താണ്, ഈമാൻ ഇല്ല എന്നർത്ഥം. രണ്ടാമത്തെ കൗല് പറയുന്നത് ലാ യുംഫാ അൻ ഇസ്മുൽ ഈമാൻ മിൻ അസ്ലിഹി, അടിസ്ഥാനപരമായിട്ട് ഈമാൻ എന്ന പേര് അതിനെ തൊട്ട് നീക്കപ്പെടാൻ പറ്റൂല. അപ്പൊ ഈമാൻ ഉണ്ട്. ആദ്യത്തെ കൗൽ പ്രകാരം ഈമാൻ ഇല്ല, അപ്പൊ മോമിനാകുമ്പോൾ വിചരിക്കാൻ കഴിയില്ല, ഈമാൻ ഇല്ല. എന്നാ ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂല, ഈമാൻ ഉണ്ട് അടിസ്ഥാനപരമായിട്ട്. രണ്ട് കൗല. വലാ യുദ്റഖു അലൈഹി മുഅ്മിനുൻ, എത്തരത്തിൽ എന്താണ് അവന്റെ മേലില് മുഅ്മിൻ എന്ന് പറയപ്പെടാൻ പറ്റൂല. എന്തുകൊണ്ട്? ഈ കമാല് ഈമാനി, അവന്റെ ഈമാന്റെ കമാലിനെ അത് തോന്നിപ്പിച്ചു. അപ്പൊ ഈമാന്റെ കമാലിയത്തുള്ള ആളുകൾക്ക് വിചരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് എന്ത് പറ്റൂല, ഈമാന് മുഅ്മിനെന്ന് പറയാൻ പറ്റൂല. ബൽ യുഖയ്യദു, അപ്പൊ ഖൈദ് കൊടുത്ത് പറയാം. ഖൈദ് കൊടുത്ത് പറയുമ്പോൾ എങ്ങനെ പറയുമ്പോ യുഖാലു, അപ്പൊ പറയപ്പെടും മുഅ്മിൻ നാഖിസുൽ ഈമാനി എന്ന് പറയാം. വിചരിക്കുന്നവനെ മോമിൻ എന്ന് പറയണ്ട, ഈമാൻ കുറഞ്ഞ മോമിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ വ്യാഖ്യാനിക്കാം. വഹാദ, ഇപ്പറഞ്ഞത് ഖിലാഫി ഇസ്മിൽ ഇസ്ലാമി, ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ നേരെ എതിരാണ്. കാരണം അന്നഹു ലാ യന്തഹി, ഇസ്ലാം എന്ന് പറഞ്ഞ പേര് ഉണ്ടാകാതിരിക്കൂല, അത് ഇല്ലാതെയാകൂല. ബിന്ദിഫായി റുക്കിമിൻ അർക്കാനി, ഇസ്ലാമിന്റെ അർക്കാനിൽ ഏതെങ്കിലും ഒരു അർക്കാൻ ഇല്ല എന്നതുകൊണ്ട് ഒന്ന് ഇസ്ലാം ആവൂല എന്ന് പറയാൻ പറ്റൂല. ബൽ പിന്നെയോ വലാ ബിന്ദിഫായി ജമീഅ മാ ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് അല്ലാത്ത ഏതൊക്കെയുണ്ടോ അത് മുഴുവനും ഇല്ലാതെയാവൽ കൊണ്ടും അവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും അതിനകത്തില്ല. ഷഹാദത്ത് കലിമ കഴിച്ച് വാക്ക് 4 കാര്യം എടുക്കുക, ആ 4 കാര്യം ഓനില്ല, എന്നാ മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മുസ്ലിമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഷഹാദത്ത് ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിം അല്ല, അത് വേറെ വിഷയം. ഒക്കെ അന്നൽ ഫർഖ, അപ്പൊ വ്യത്യാസം. അന്ന നബിയഹു, നിശ്ചയമായിട്ടും ഈ ഈമാനെയോ ഇസ്ലാമിനൊക്കെ നബി ചെയ്യല്, യതബാദറു മിന്നു, അതിന്ന് ഉളരി വരിക, ഇസ്ബാത്തുൽ കുഫിരി, കുഫറിനെ സ്ഥിരപ്പെടുത്തുക എന്നല്ലേ. മുബാദറത്തൻ ലാഹിറത്തൻ, പ്രത്യക്ഷത്തിൽ വേഗത്തിലോടി വരിക, മുസ്ലിം അല്ല എന്ന് പറഞ്ഞ അവൻ കാഫറാണെന്ന് വരിക. ഖിലാഫി നബിയിൽ ഈമാനി, ഈമാൻ നബി ചെയ്തതിനെതിരായിട്ട്. ഈമാൻ ഇല്ല എന്ന് പറയുമ്പോൾ കാമിലായ ഈമാൻ ഇല്ല, അല്ലാതെ കുഫർ സ്ഥിരപ്പെടുത്തുക എന്നാണ് വരുന്നില്ല. വഹൈസു വറദ മാ യദുല്ലു അലാ ഇത്തിഹാദിഹിമ, ഈമാനും ഇസ്ലാമും രണ്ടും ഒന്നാണ്
എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒന്ന് വാരിതായി അടുത്ത്. അത് ഏതുപോലെയൊക്കെ ഖൗലി തആല അള്ളാഹ് പറഞ്ഞതുപോലെ ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവരെ നമ്മൾ അവിടുന്ന് പുറത്തു ചാടിച്ചു എന്നാ. ഫഹുവ, അപ്പോൾ ഇത് ഇത്തിഹാദാവണം. അതിന്റെ ഇത്തിബാരി തലാസുമിൽ മഫ്ഹൂമൈനി ഔ തറാദിഹിമാ, ഈമാനി ഇസ്ലാം ഇത് രണ്ടിന്റെയും മഫ്ഹൂമ് തലാസുമായി അല്ലെങ്കിൽ തറാദുഫായി എന്ന പരിഗണന കൊണ്ടാണ് പറഞ്ഞത്. ഒമിൻ ഹുന, ഇവിടത്തിൽ കാലകസീറുന അധിക ആളുകളും പറഞ്ഞു ഇന്നഹുമാ നിശ്ചയമായിട്ടും ഈമാനും ഇസ്ലാമും അലാ വിസാനിൽ ഫഖീരി വൽ മിസ്കീനി, ഫഖീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതേ തുലനത്തിലാണ് ഈമാനും ഇസ്ലാമും എന്നുള്ളത്. ഫക്കീർ എന്നുള്ള ആളെക്കൊണ്ട് മിസ്കീൻ, മിസ്കീൻ എന്ന ആളെക്കൊണ്ട് ഫക്കീർ എന്ന് പറയാലോ. പിന്നെ ഇതാ ഉഫിരിദ അഹദുഹുമാ, രണ്ടിൽ ഒന്നിനെ തനിപ്പിക്കപ്പെട്ടാൽ ദഖല ഫീഹിൽ ആഖറു, മറ്റൊന്ന് ഇതിൽ വരും. വദല്ല ബിൻഫിറാദിഹി, അതിനെ തനിപ്പിക്കുക എന്നതുകൊണ്ട് അറിയിച്ചു. അലാ മാ യദുല്ലു അലൈഹിൽ ആഖറു ബിൻഫിറാദിഹി, മറ്റൊന്നിനെ അതിന് തനിപ്പിക്കൽ കൊണ്ട് എന്തിന്റെ മേൽ അറിയിക്കുന്നുവോ അതേമാതിരി ഇത് അറിയിച്ചു എന്നേ പറയാനുള്ളൂ. മിസ്കീനാകുമ്പോൾ മിസ്കീൻ എന്തുകൊണ്ട് അറിയിച്ചോ അതേമാതിരി ഫക്കീർ അറിയിക്കുന്നു. ഫക്കീർ അറിയിച്ച എന്തേമല്ല അതേമാതിരി മിസ്കീൻ അറിയിക്കുന്നു അർത്ഥം. വൈൻ കറന ബൈനഹുമ, ഇനി രണ്ടിന്റെ ഇടയിൽ വൈൻ കൊലിന ബൈനഹുമ, ഇസ്ലാമും മുസ്ലിമും ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ കരീനത്താക്കിയാൽ കൂട്ടി അന്വരിപ്പിച്ചു കൊണ്ടുവന്നാൽ തഗായറ, രണ്ടും എന്താവും? തഗായുറാവും. ഏതുപോലെ വെച്ചാല് ജക്കാത്തിന്റെ കാര്യത്തിൽ മിസ്കീനും ഫക്കീറും രണ്ടും സിൻഫാനിയാണ് അന്വരിപ്പിക്കപ്പെട്ടാലും, കഫാറത്തിന്റെ കാര്യത്തിലോ രണ്ടാളും തനിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആവുള്ളൂ, രണ്ടും ആവൂല. ജക്കാത്തിന് രണ്ടും ആകാം, കഫാറത്തിന് ഒന്നും ആവും. കമാബി ഖബരി അഹമ്മദ, അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളത് പോലെ അൽ ഇസ്ലാമു അലാനിയത്തു വൽ ഈമാനു ഫിൽ ഖൽബിന, ഇവിടെ കരീനത്താക്കിയപ്പോൾ രണ്ടുകൂടി അന്വരിച്ച്, കരീനത്തല്ല അന്വരിച്ചു കൊണ്ടുവന്നപ്പോൾ തഗായുറ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരസ്യമായതാ, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലുള്ളതാണെന്ന് പറഞ്ഞു. ഒന്ന് വിശ്വാസം, ഒന്ന് കർമ്മം, അത് രണ്ടും രണ്ടായിരുന്നു. വഹൈസു ഫസ്സർന അൽ ഈമാന ബിൽ അഅമാലി, അമലുകളാണ് ഈമാൻ എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ. അപ്പൊ ബഹുബി ഇത്തിബാരി ഇത്ലാഖി അലാ മുതഅല്ലഖാതിഹി, നാ പിന്നെ ഈമാൻ എന്ന് പറയുക ഈമാൻ എന്തുമായി ബന്ധിക്കുന്നുവോ ആ ബന്ധിക്കുന്നതിന് മേലാണ് ഈമാനെ പറയുക. അമല് കൊണ്ട് വിശദീകരിക്കുമ്പോ മഖ്സൂസ, പ്രത്യേകമായി ചില കാര്യങ്ങളെ കൊണ്ട് വാസ്തവമാക്കുക എന്നതാണ് കഴിഞ്ഞു പോകുന്നത്. അതിനുവേണ്ടി അതിന്റെ മുതഅല്ലഖാത്തിന്റെ മേലാണ് ഈമാൻ എന്ന് പറയുക എന്നായി. വമിൻഹു, രണ്ടും ഒന്നാണ് എന്നതിന്റെ മേലറിയിക്കുന്ന ഒന്നല്ലേ. വമാ കാന അല്ലാഹു ലിയുളി ഈമാനക്കും, നിങ്ങളെ ഈമാൻ എന്തായി അല്ലാഹു തആല പാഴാക്കി കളയുന്നവനല്ല. ഇത്തബഖുവല അന്നൽ മുറാദ ബിഹുന സലാത്ത്, ഇവിടെ ഈമാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട കാര്യം നിസ്കാരമാകുന്നു എന്നായി. അവ ഈമാനും ഇസ്ലാമും ഒന്നാന്ന് കിട്ടൂലേ. വമിൻഹു ഹദീസു അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ സംഭവം സംഘം വന്ന ഹദീസും അതിൽപ്പെട്ടതാണ്. ഹൽ തദ്റൂനമൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഖാലൂല, അവര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമസ് സ്വലാത്തി വ ഇതാഅസ് സകാത്തി വ അൻ തുഅദ്ദു ഖുമസൻ മിനൽ മഗ്നമി, ഗനീമത്തെടുക്കുന്ന സ്വത്തുനിന്ന് അഞ്ചിലൊന്ന് എന്താണെങ്കിലും വീട്ടുകയും വേണം, മറ്റു കാര്യങ്ങളൊക്കെ പാടെ കൂടിയിട്ട്. ഈമാനെ ചോദിച്ചത്, മറുപടിയോ കർമ്മങ്ങളും കൊടുത്തു. അപ്പൊ ഈമാൻ എന്താ? കർമ്മങ്ങളെ കൊണ്ട് വിശദീകരിക്കാം. അപ്പൊ ബസ്റ ബിഹിൽ ഈമാന, അപ്പോൾ ഈ ഹദീസിൽ ഈമാൻ റസൂലുള്ളാഹി വിശദീകരിച്ചത് ബിമാ ബസ്റ ബിഹിൽ ഇസ്ലാം, ഇസ്ലാം എന്താണോ വിശദീകരിച്ചത് അതുകൊണ്ടാണ്. എവിടെ? ബി ഹദീസ് ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസിൽ നബി തങ്ങൾ ഇസ്ലാമിനെ വിശദീകരിച്ചല്ലേ, അതേ വിശദീകരണം കൊണ്ടാണ് ഈമാൻ ഇവിടെ വിശദീകരണം നടത്തിയത്. അല്ലതിനാണ് ഫീ, അതിനാണ് അപ്പൊ നമ്മുടെ ചർച്ച ഉള്ളത്. അപ്പൊ വസ്തുഫീദ മിൻഹുമാ, അപ്പൊ ഈമാൻ ഇസ്ലാം ഇവ രണ്ടിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് ഇത്ലാഖുൽ ഈമാനി വൽ ഇസ്ലാം, ഈമാൻ ഇസ്ലാം എന്ന് പറയല് അതല്ല ഈമാനി കർമ്മങ്ങളെ മേലിൽ ശർഅൻ ശർഅ പ്രകാരം പറയുന്നത് ബിഇതിബാരി അന്നഹ, നിശ്ചയമായിട്ടും ഈ കർമ്മങ്ങളൊക്കെ മുതഅല്ലിഖു മഫ്ഹൂമൈഹി വൽ മുതലാസിമൈനി, ഈമാൻ ഇസ്ലാം എന്നതിന്റെ മുതലാസിമായി നിൽക്കുന്ന രണ്ടിന്റെ മാനയുണ്ട്, ആ രണ്ട് മാന ബന്ധിക്കുന്നത് എന്നല്ലേ.
ബഹുമാ ഏതാണ് മുത്തലാസിമേനിയ രണ്ട് മായന അത്തസ്ദീഖു വൽ ഇൻഖിയാദൂൻ, അതാണ് മായന. അത് രണ്ടും ഒന്നിക്കുന്നുണ്ട് എന്നൊരു പരിഗണന വെച്ച് നോക്കിയിട്ടാണ് അഅ്മാലുടെ മേലിൽ ഇസ്ലാമിനെയും ഈമാനെയും പറയുക എന്ന് മനസ്സിലായല്ലോ. ഫതഅമ്മൽ ദാലിക ഹഖ്ഖ തഅമ്മുൽ, അപ്പറഞ്ഞതിനെ ശരിക്ക് വേണ്ടതുപോലെ ചിന്തിച്ചു നോക്ക്, നാൽക്ക് മെച്ചം കിട്ടും ഇൻഷാ അല്ലാഹ്. എന്തിന്? ലിയന്തബിഅദി അൻക, നിന്നെ തൊട്ട് ആ ഒരു കാര്യം കൊണ്ട് നീങ്ങി ചിന്ത കൊണ്ട് ഒഴിവായി പോവാൻ വേണ്ടി. മാ ത്വാലബി ശുറാഹുന, ഇവിടത്തെ ഒരുപാട് ഷായികൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ നീട്ടി പരത്തി പറഞ്ഞ ഒന്നുകൊണ്ട് ആ ഒന്ന് നിന്നെ തൊട്ട് ഇല്ലാതെയാവണോ? ഈ പറഞ്ഞ കാര്യം ശരിക്കും ആലോചിച്ച് നോക്ക്. ഇമ്മാലാ ത്വായില താഴ്ത്താക്കി തരികി, ആ നീട്ടിപ്പരത്തി പറഞ്ഞ അധികത്തിന്റെ അടിഭാഗത്ത് നോക്കുമ്പോ ഒരു ഫായിദയില്ല, എന്തൊക്കെയോ പറഞ്ഞ്. അപ്പൊ അത് പോണോ? ഇത് ശരിക്കും മനസ്സിലാക്കിക്കോ. ഓമെൻഹു, അതിൽപ്പെട്ടതാണ് ഏത്? ആ വിശദീകരണത്തിൽപ്പെട്ടതാണ് ദഅവൽ ഇത്റാബി ഫി ഹദീസി വഫി അബ്ദുൽ ഖൈസ്. അബ്ദുൽ ഖൈസിന്റെ സംഘത്തിന്റെ ഹദീസിൽ ഒരു ഇൽത്തിറാബിന്റെ വാദമുണ്ട്. ആ വാദം അതിൽ പെടും. വമുആറദതുഹു ഹദീസ് ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസിനോട് ഇത് എതിരാവും ചെയ്യും. അതുകൊണ്ടാണ് ഫായുന്നില്ലാന്ന് പറഞ്ഞത്. വബയ്യനു ദാലിക ബിവുജൂഹിൻ, എന്നിട്ട് അതിനെ ഒരു പല വഴിയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ലാ ഹാജത്ത ഇലൈഹ ബഅദമാ ഖററനാഹു, ഇവിടെ ഇസ്ലാം എന്ത് ഈമാൻ എന്ന് നമ്മൾ വിശദീകരിച്ചു. അത് എങ്ങനെയൊക്കെ പറയാമെന്നും പറഞ്ഞു. അതിന്റെ പരിഗണനകളും മുതഅല്ലഖാത്തും പറഞ്ഞു. ഇത് നമ്മൾ തഖ്രീറാക്കിയ ഒന്നാണ്. ഇനി അതിന്റെ ശേഷം ഇവിടെ കുറെ നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് ഈ രണ്ട് ഹദീസിനെ യോജിപ്പിക്കുന്ന രീതി എന്തൊക്കെയോ വഴികൾ പറഞ്ഞിട്ടുണ്ട്. ആ വഴിയൊന്നും ഇവിടെ ആവശ്യമില്ല എന്നർത്ഥം. തൊമ്മറായിത്തോ ബാധവും ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാപ്പകമാ വെക്കർത്തു, ഞാൻ ഇവിടെ പറഞ്ഞതുമായുള്ള യോജിച്ചതായി കണ്ടു. ഇപ്പൊ കാലങ്ങനെ വേണമെന്ന് പറയാണ്. അത് ചിലപ്പോൾ എന്താ തവസ്സ മജാസാവും. മജാദാകുമ്പോൾ അത് യുത്തവസ്തു, ചിലപ്പോൾ മജാദ് പ്രയോഗിക്കപ്പെടാം. വിശാലമാക്കപ്പെടുന്നതാണ് മജാദ്. ഹഖീഖത്തും അല്ലാത്തത് ഉപയോഗിക്കാന്നല്ലേ. അങ്ങനെ വരുമ്പോൾ യുത്തിലൊക്കെ ഈമാൻ അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മേൽ ഈമാനെ പറയപ്പെടാം. കമാബി ഹദീസ് അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് സംഘത്തിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ ഈമാൻ ചോദിച്ചപ്പോൾ ഇസ്ലാം പറഞ്ഞു കൊടുത്തില്ലേ. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ മേൽ ഈമാൻ പറയാന്ന് കിട്ടി. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ മേലിൽ ഈമാനെ പറയുന്നത് കൊണ്ടാന്ന് ചോദിച്ചാൽ, ഈമാൻ എന്ന് പറയുമ്പോ അതിനെ തൊട്ടാണ് അധികവും അത് പ്രകടമാക്കി തരുക. ഇസ്ലാമിനെ പ്രകടമാക്കി തരുന്നത് ഈമാനല്ലേ. അതുകൊണ്ട് തന്നെ വഖദ് സഹ, എത്തരത്തിൽ സ്വഹിയായി വന്നിട്ടുണ്ട്. അൽ ഈമാനു, ഈമാൻ എന്നുള്ളത് അത് 70 ഷാനുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാ ഇമാതത്തുല്ലദാനി ത്വരീഖി, അതിലേറ്റവും താഴ്ന്ന പടി ഏതാണ്? വഴിയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ നീക്കിക്കളയുക. വഇലാഹ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും മുന്തി നിൽക്കുന്നതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹിന്റെ തിരുദൂതരാണെന്നുമുള്ള ഷഹാദത്താണ്. അപ്പൊ 70 ചില്ലാനത്തിൽ ഈമാൻ എണ്ണിയപ്പോൾ കർമ്മല് വരുന്നില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ മേൽ ഈമാൻ പറഞ്ഞൂടെ? വഹാദാ ഔല, ഇതല്ലേ ഏറ്റവും നല്ലത്. മിൻ ദഅവ ഇഖ്തിറാബി മത്നിഹി മിൻ ജിഹത്തി അന്നഹു അമറഹും ബിഅർബഇൻ വലം യഅ്മുറുഹും ഇല്ലാ ബിൽ ഈമാൻ വഹദാ വഫസ്സറു ബിഖംസ്. ഹദീസിന്റെ മത്തിന് അവിടെ ഇഖ്തിറാബിന്റെ വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്ത് വാദത്തിൽ കൂടെ? നബി തങ്ങൾ അവരോട് കൽപ്പിച്ച 4 കാര്യമാണ്. വിശ്വസിക്കുക എന്നതോട് മാത്രമാണ് അവരോട് നബി തങ്ങൾ കൽപ്പിക്കാത്തത്. അത് കൽപ്പിച്ചില്ല, 4 കാര്യം കൊണ്ട് കൽപ്പിച്ചു. എന്നിട്ട് ആ 4 കാര്യത്തിന് പറഞ്ഞതിന് ശേഷം നബി തങ്ങൾ ആ ഈമാൻ 5 കാര്യം കൊണ്ട് വിശദീകരിച്ചും ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇഖ്തിറാബുള്ളതിന്റെ വാദം ശരിയല്ല, അത് ഒഴിവാണ്. ഇസ്ലാം, ഇസ്ലാമിനെ പറയപ്പെടാം അലാ മുസമ്മൽ ഇസ്ലാമി വൽ ഈമാൻ, ഇസ്ലാം ഈമാൻ എന്നതിന്റെ മുസമ്മ ഏതാണോ അതിന്റെ മേലും ഇസ്ലാം എന്ന് പറയാം. പിന്നെ ആ മുസമ്മയിൽപ്പെട്ടതാണല്ലോ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം എന്ന മുസമ്മയും ഈമാൻ എന്ന മുസമ്മയും നിൽക്കുന്നത് ദീൻമക്കല്ലേ. അപ്പൊ അതിനും ഇസ്ലാം എന്ന് പറയാം. അഹമ്മദ് ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് ഉണ്ട്. അയ്യുൽ ഇസ്ലാമി അഫ്ദലു,
ഈ ഇസ്ലാമിൽ അഫ്ദലായത് ഏതാണെന്ന് ചോദിച്ചപ്പോ കാല മുത്തുനബി തങ്ങൾ പറഞ്ഞു അൽ ഈമാനു ഈമാനാണ് കണ്ടോ. അപ്പൊ ഇസ്ലാം അഫ്ദലായാണ് ചോദിച്ചപ്പോ ഈമാൻ. അപ്പൊ അതിന്റെ ഉദ്ദേശം മുസമ്മക്ക് ഇസ്ലാമും ഈമാനും പറയാൻ തന്നെ. ഖബർ ഇബ്നു മാജ, ഇബ്നു മാജയുടെ ഹദീസുണ്ട്. മൽ ഇസ്ലാമു, എന്താണ് ഇസ്ലാം? ഖാലാ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതശ്ഹദു അന്നി റസൂലുള്ളാഹ് വതുഅ്മിനു ബിൽ അഖ്ദാരി കുല്ലിഹാ ഖൈരിഹാ വസദ്ദിഹാ. കണ്ടോ, അവിടൊക്കെ എന്താണ് മുസമ്മയാണ് ഉദ്ദേശം. കുല്ലിഹാ മുർരിഹാ. അപ്പൊ അവിടൊക്കെ എന്ത് പറയും? ഈമാൻ ഇസ്ലാം രണ്ടും പറയാലോ. എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് അതിനുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. ഇതുപോലെ എന്തും പറയാം, ഈമാനെ കുറിച്ചും പറയാലോ. ഇസ്ലാമിലൊക്കെ പറയണമെങ്കിൽ ഈമാനെ കുറിച്ച് പറയാം. കമാറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അൽ ഈമാനു ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള വിശ്വാസമാണ്. വഇഖ്റാറുൻ ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള അംഗീകാരമാണ്. വഅമലുൻ ബിൽ അർക്കാനി, അവയവങ്ങളെ കൊണ്ടുള്ള കർമ്മമാണ് എന്ന് ഈമാനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാദിൽ ഇത്ലാഖാതു സലാസത്തു, ഈ പറഞ്ഞ 3 ഇത്ലാഖുകൾ തദവ്വുദും തവസ്സുൻ, അത് മജാസ് പ്രയോഗവും ഒക്കെയാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താകും? യുൻസാഹു കസീറുൻ മിനൽ ഇഷ്കാൽ ഇന്നാസി അൻ ദാലിക്കൽ ഇസ്തിമാൽ. അത്തരം ഉപയോഗങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന സംശയമുണ്ടോ? അത്രയും സംശയങ്ങൾ തൊട്ട് അധികം എന്താക്കപ്പെടാം, ഒഴിവാക്കപ്പെടാൻ കഴിയും എന്നാണ്. അവർ നീട്ടിപ്പരത്തി പറഞ്ഞതിൽപ്പെട്ടതാണ് അന്നൽ ജവാബി ഖൗലി അൻതുമിന ബില്ലാഹി ഇലാഖിഹി, നബി തങ്ങൾ അൻതുമിന ബില്ലാഹി എന്ന് പറഞ്ഞ ഖൗലുകൊണ്ട് മറുപടി കൊടുത്തില്ലേ, അത് ഈ അതിലുണ്ട് തഅരീഫു ശൈഇ നഫ്സിഹി, സ്വന്തം ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോ അതിന്റെ നഫ്സ് കൊണ്ട് തന്നെ തഅരീഫ് പറയുന്നുണ്ടല്ലോ എന്നാ. സുമ്മറദ്ദു, പിന്നീട് അതിനെന്താക്കി? അവർ മടക്കി. എന്ത്? അന്നൽ ഈമാന, ഈമാൻ ലുഗത്തൻ ഭാഷാപരമായി പറഞ്ഞാൽ മുത്ലഖു തസ്ദീഖി, അത് വാസ്തവമാക്കുക എന്നേ ഉള്ളൂ. ഫശറഅൻ ശറഇന് തസ്ദീഖുൻ ബി ഉമൂരി മഖ്സൂസ, പ്രത്യേകമാക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് വാസ്തവമാക്കുന്നത് ശറഇലും. അപ്പൊ മാറ്റം വരുത്തി. അപ്പൊ എന്തായി? വകാനോ ഖാൽ, അപ്പൊ എന്തായി? നബി തങ്ങൾ പറഞ്ഞതുപോലെയായി. അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞ ശറഅൻ ശറഇന് വ തസ്ദീഖു, തസ്ദീഖാക്കലാണ്. ലുഗത്തും സിയാദത്തൻ, ലുഗത്തിൽ തസ്ദീഖാക്കുക എന്നുള്ളതായി ഈമാൻ ശറഇന്. അപ്പൊ സിയാദത്തും, സിയാദത്തായിട്ട് പറഞ്ഞാലോ ഇത് തസ്ദീഖ് ബിതിൽക്കൽ ഉമൂർ ഖാസ, പ്രത്യേകമായ ചില കാര്യങ്ങളെ കൊണ്ടുള്ള വാസ്തവമാക്കലാണ് എന്നും വന്നതുപോലെയായിപ്പോ. ഒമിൻഹു അന്ന മുസമ്മാഹുമ, ഈമാൻ ഇസ്ലാം എന്നതിന്റെ മുസമ്മ ലുഗത്തൻ, ലുഗത്തിൽ ഗൈറുഹു ശറഅൻ, ശറഇൽ അതല്ലാത്ത ഒന്നാണ് മുസമ്മ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇസ്ബാത്തുൽ ഹഖായിഖി ശറഇയ്യ, അപ്പൊ ശറഇയ്യായിരിക്കുന്ന ഹഖീഖത്തുകളെ സ്ഥിരപ്പെടുത്തലുണ്ട് ഹദീസില്. വഹുവ റാജി, അത് റാജിഹാണ്. എന്തോടുകൂടെ? അല അന്നൽ ഖിലാഫ ഹുനാ ലാ തായില താഴത്തു, ഇവിടെ വന്ന അഭിപ്രായങ്ങളൊന്നും വല്ല ഫലമൊന്നുമില്ല, അതോടുകൂടി തന്നെ പറയട്ടത് റാജിഹാണ്. എന്തുകൊണ്ട്? ഇത്തിഫാഖിമല അന്നോ ഇസ്തബാദുൽ അസ്മായി ശറഇയ്യ, ശറഇയ്യായിരിക്കുന്ന ഇസ്മുവെന്ന് അതിനെ മനസ്സിലാക്കപ്പെടാൻ പറ്റും എന്ന് ഇത്തിഫാഖുണ്ട്. സിയാദത്തൻ അല അസ്ലി വളി, എന്തൊരു അടിസ്ഥാനപരമായിട്ട് മാനാക്കി വെച്ചോ അതിനേക്കാൾ കൂടുതലായിട്ട് ശറഇൽ നിന്ന് നാമങ്ങൾ എന്താക്കാം? ശറഇയ്യ നാമങ്ങൾ അത് മനസ്സിലാക്കാം. അമ്മാ കൗനു തിൽക സിയാദത്തി അലാ സയ്ർ, അത് സിയാദത്ത് ആവുക. ഹൽ സയ്യറതുക മൗദൂഅൻ ശറഅൻ ഔ ലാ, ശറഇൽ അത് മൗദൂ ആണോ ആ സിയാദത്ത് അല്ലേ എന്നുള്ളത് അങ്ങനെ വരും. ഇന്നമാഹിയ ആ സിയാദത്ത് സിഫാത്തുൻ അലാ വലിയൽ ഉൾവിയ, ലഗ്വിയായിരിക്കുന്നൊരു മാനാക്ക് അതിനെ വെക്കുമ്പോൾ അതിന്റെ മേലുള്ള സിഫത്തായിട്ടൊരു സിയാദത്ത്. ഷാരിയാണെങ്കിൽ ഇന്നമാ തസറഫി ശുറൂത്തിഹ വ അഹ്കാമിഹ, ഇവിടെ വാസ്തവത്തിൽ ഷാരിയുടെ പണി എന്താണ്? അതിന്റെ അതിലുള്ള ഷർത്തുകൾ എന്ത്, വിധികൾ എന്തെന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ കൊല്ലംറ ഫീഹി ഖരീബുൻ വഇൻകാന റാജിഹുൽ അവ്വല, വഇൻകാന റാജിഹുൽ അവ്വല, അപ്പോ കാര്യങ്ങൾ അത് റാജിഹാണ്, ആദ്യത്തെ റാജിഹാണ് എങ്കിലും അപ്പൊ ഈ പറഞ്ഞ കാര്യം ഏകദേശം അടുത്തുള്ളത് തന്നെയാണ് ഷാരിന്റെ വെപ്പ്.
لتصرف الشارع فيها بالتخصيص كالإسلام والإيمان. തഖ്സീസാക്കി സാരി ഇസ്ലാം ഈമാൻ എന്ന് പറയുമ്പോൾ കൈകാര്യമുണ്ടായി. അപ്പൊ അതുകൊണ്ട് പറ്റി. കാരണം അന്നഹുമായ ഉമ്മാൻ ലുഗത്തൻ ഇസ്ലാം ഈമാൻ എന്നുള്ള ഭാഷാപരമായിട്ട് രണ്ട് ആമാക്കാം. അത് രണ്ടും ഉൾപ്പെടുത്തുന്നു. കുല്ല ഇങ്കിയാദിം തസ്തീഖിൻ തസ്തീഖാക്കാൻ പറ്റുന്നതും അനുസരിക്കാൻ പറ്റുന്ന ഏതൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഈമാൻ ഇസ്ലാം ഭാഷാപരമായിട്ട്. ലാകിനിഷാരി ഖസറുഹുമ എന്ന സാരി ചുരുക്കിയത് ഈമാൻ ഇസ്ലാമിനെ അലാ ഇങ്കിയാദിം തസ്തീഖും മഖ്സൂസിൽ അങ്ങനെയാണ്. മഖ്സൂസായ തസ്തീഖും ഇങ്കിയാദുമാണ്, വെറും ഇങ്കിയാദും തസ്തീഖുമല്ല എന്ന് പറഞ്ഞു. ഫഹുവ നദീറു ജാഹിൽ അറബ്, അതിപ്പോ ഏതുപോലെ ചോദിച്ചാൽ അറബികളാക്കിയതുപോലെയാണ്. എന്ത് അദാബത്ത് ലുഗത്തൻ ഭാഷാപരമായിട്ട് ദാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലിമ ദബ്ബ അലാ വജിയിൽ അറലി, ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുന്ന എല്ലാത്തിനെ കൊണ്ട് ദാബത്ത് എന്ന് പറയാം. പിന്നീട് സുമ്മ ഖസ്സസഹ, പിന്നെ ആ ദാബത്തിനെ എന്താക്കി? പ്രത്യേകമാക്കി. ഉറുഫും അറബിയുടെ ഉറുഫ് ദവാത്തിൽ അർബഈ, ദവാത്ത് നാൽക്കാലികൾ എന്നതിനെ കൊണ്ടാക്കി മാറ്റി എന്നതുപോലെയാണ്. ഇപ്പോ ഇങ്കിയാദ് തസ്തീഖ് എന്ന ഭാഷാപരമായിട്ട് എല്ലാം ഉൾപ്പെടുത്തും. പക്ഷെ ഷറയിൽ വരുമ്പോൾ അങ്ങനെയല്ല. ഷറയിന്റെ ഉറുഫിൽ പ്രത്യേക തസ്തീഖും പ്രത്യേക ഇങ്കിയാദും ഉണ്ടെങ്കിൽ ഈമാൻ ഇസ്ലാം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈമാൻ ഇസ്ലാം ഒന്ന് തന്നെയാണ്. അർത്ഥപരമായിട്ടും അത് പറയുന്ന രീതിയൊക്കെ പറഞ്ഞു. എതിരുണ്ടെങ്കിൽ ആ എതിരാവുന്ന രീതി വേറെ. അത് രണ്ടിനെയും വ്യാഖ്യാനിച്ച് തന്നു. ചുരുക്കത്തിൽ ഈമാൻ ഇസ്ലാം ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ രണ്ടും രണ്ടാക്കേണ്ടതില്ല. ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാമില്ല, ഇസ്ലാം അല്ലെങ്കിൽ ഈമാനില്ല. അപ്പൊ കർമ്മവുമാണ് വിശ്വാസമാണ്. എന്തെങ്കിലും ഈമാൻ ഇസ്ലാം ഉണ്ടാവും, രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞത്.